സദ്യയാണ്. ആ സദ്യ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, മലങ്കര സഭയെ മേയിച്ചു ഭരിച്ച എല്ലാ മലങ്കര മെത്രാപ്പൊലീത്തന്മാരുടെയും ആധുനികമാരുടെയും ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു ചരിത്രവീഥി, ചരിത്രപാത ഇവിടെ ഈ കോറിഡോറിൽ നാടകശാലയിൽ ഒരുക്കിയിരിക്കുന്നത് വളരെയധികം പ്രശംസനീയമായിരിക്കുന്നു. വളരെയധികം അനുഗ്രഹകരമായി നടത്തിയിരിക്കുന്നതിൽ ചരിത്രം ഉറങ്ങുന്നതായ ആ ഒരു വലിയ സ്ഥലം മുളന്തുരുത്തി മാർത്തോമൻ പള്ളി ഇന്ന് എല്ലാ തരത്തിലും ശ്രേഷ്ഠമായിരിക്കുന്നു. അതോടൊപ്പം വളരെയധികം ആഹ്ലാദകരമായ ഒന്നാണ് നമ്മുടെ പരമ്പരാഗതമായിരിക്കുന്ന വീടുകളിൽ ഭക്ഷണ പാചകത്തിനും മറ്റ് അതുപോലെയുള്ളതായ കാര്യങ്ങൾക്കും വീട്ടിലെ ഉപകരണങ്ങളായി ഏതാണ്ട് 150ഓളം ഉപകരണങ്ങൾ ഇവിടെ വച്ചിരിക്കുന്നു. അത് വളരെയധികം പൗരാണികത്വം തെളിയിക്കുന്നതാണ്. നമ്മുടെ ഈ നാടിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണെന്ന് സംശയമില്ല. അതുപോലെ തന്നെയാണ് 150ഓളം നമ്മുടെ സാധാരണ ഭക്ഷണ സാധനങ്ങൾ ഈ കേരളത്തിൽ നമുക്ക് ലഭിക്കാവുന്നതായ എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ട് പല പല വിഭവങ്ങൾ എല്ലാവർക്കും രുചിച്ചു നോക്കാൻ സാധിക്കുന്ന രീതിയിൽ ഉള്ള വിഭവങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്, വലിയൊരു അലങ്കാരമായി തീർന്നിരിക്കുന്നു. ഈ പൗരാണികത വിളിച്ചോടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൗരാണികമായ ആഹാര ഭക്ഷണ രീതികളും ഇവിടെ കാണിച്ചിരിക്കുന്നത് നിശ്ചയമായിട്ടും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത് നമ്മുടെ ചരിത്ര രേഖകളെല്ലാം ബഹുമാനപ്പെട്ട അയ്യോബച്ചൻ്റെ നേതൃത്വത്തിൽ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 150 വർഷത്തെ ചരിത്രം മാത്രമല്ല, അതിനും പിന്നിലുള്ളതായ ചരിത്ര രേഖകളെല്ലാം കൽപ്പനകൾ, അതുപോലെ പല പതിപ്പുകൾ, പല വാർത്താമാധ്യമങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ എല്ലാം അതുപോലെ എല്ലാം ഉപയോഗിച്ച് ഇന്ന് ലഭിക്കാവുന്നതായ എല്ലാ ചരിത്ര രേഖകളും പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ മാർത്തോമൻ പള്ളി ഇന്ന് ഒരു വലിയ ചരിത്ര മ്യൂസിയമായിട്ട് മാറിയിരിക്കുകയാണ്. അത് എല്ലാവർക്കും, തീർത്ഥാടകർക്കും ചരിത്ര ഗവേഷകർക്കും എല്ലാം പ്രയോജനകരമായ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു. മുളന്തുരുത്തി അസോസിയേഷനോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ചെയ്ത ഈ ഇടവകയുടെ വികാരി, ട്രസ്റ്റിമാർ, അതുപോലെ ഭരണസമിതി അംഗങ്ങൾ, പിന്നെ ഇതിൽ സഹകരിച്ച അനേകം ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട വൈദികരെയും മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ഇത് പ്രവർത്തിച്ച എല്ലാവരെയും, പിന്നെ മീഡിയ വിങ്ങുകൾ കൈകാര്യം ചെയ്യുന്നവരെയും എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ